എനിക്ക് ഒരു പുതിയ ഫോൺ വാങ്ങാൻ നിനക്ക് എൻ്റെ കൂടെ വരാൻ കഴിയോ? ഈ സെൻറ്റൻസിനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പഠിക്കാം. ഇതുപോലെ മലയാളം സെൻറ്റൻസുകളെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ലേറ്റ് മലയാളം സെൻറ്റൻസസ് ഇൻ ടു ഇംഗ്ലീഷ് എന്ന പേരിൽ ഒരു പ്ലേ ലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. ഇതുപോലെയുള്ള ട്രാൻസ്ലേഷൻ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. ആ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രാൻസ്ലേഷൻ ക്ലാസ് തുടങ്ങാം. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ആദ്യം നമുക്ക് ഈ സെൻറ്റൻസിനെ 2 ഭാഗമാക്കി തിരിക്കാം. നിനക്ക് എൻ്റെ കൂടെ വരാൻ കഴിയോ എന്ന ഒരു ഭാഗവും എനിക്ക് ഒരു പുതിയ ഫോൺ വാങ്ങാൻ എന്നത് രണ്ടാമത്തെ ഭാഗവും. എന്നിട്ട് നിനക്ക് എൻ്റെ കൂടെ വരാൻ കഴിയോ എന്ന ഭാഗം ആദ്യം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇവിടെ നിനക്ക് എന്നുള്ളതാണ് സബ്ജക്റ്റ്. അപ്പോൾ യു എന്ന് എഴുതാം. ഇനി വരാൻ കഴിയോ എന്നാണ്. വരിക എന്നുള്ളതിന് ഏതാ വാക്ക്? കം. അപ്പോൾ കം എന്ന് എഴുതാം. ഇനി കഴിയോ എന്നാണ്, ചോദ്യമാണ്. കഴിയോ എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടി തുടക്കത്തിൽ ക്യാൻ ചേർക്കണം. ക്യാൻ യു കം എന്താ അർത്ഥം? നിനക്ക് വരാൻ കഴിയോ. ഇനി ഏതാ ബാക്കിയുള്ളത്? എൻ്റെ കൂടെ. എൻ്റെ കൂടെ എന്നുള്ളതിന് വിത്ത് മീ. ഇപ്പോൾ ഈ ഭാഗം മുഴുവനായി. ക്യാൻ യു കം വിത്ത് മീ? നിനക്ക് എൻ്റെ കൂടെ വരാൻ കഴിയോ. ഇനി രണ്ടാമത്തെ ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്യാം. എനിക്ക് ഒരു പുതിയ ഫോൺ വാങ്ങാൻ. വാങ്ങുക എന്നുള്ളതിന് ഏതാ വാക്ക്? ബൈ. അപ്പോൾ ബൈ എന്ന് എഴുതാം. ഇനി വാങ്ങാൻ എന്നാണ് നമുക്ക് അർത്ഥം കിട്ടേണ്ടത്. വാങ്ങാൻ എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടി ബൈ എന്ന വാക്കിൻ്റെ തൊട്ടു മുമ്പിൽ ടു എന്ന് ചേർക്കുക. ടു ബൈ, വാങ്ങാൻ. ആർക്ക്? എനിക്ക്. ഇവിടെ എനിക്ക് എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടി മീ എന്നാണ് ചേർക്കേണ്ടത്. ടു ബൈ മീ, എനിക്ക് വാങ്ങാൻ. എന്ത് വാങ്ങാൻ? ഒരു പുതിയ ഫോണ്. ഒരു എന്നുള്ളതിന് ഏതാ വാക്ക്? എ. അപ്പോൾ എ എന്ന് എഴുതുക. ഇനി പുതിയ ഫോണ് എന്നുള്ളതിന് ന്യൂ ഫോണ്. ഇപ്പോൾ ഈ ഭാഗവും മുഴുവനായി. ടു ബൈ മീ എ ന്യൂ ഫോൺ. എനിക്ക് ഒരു പുതിയ ഫോണ് വാങ്ങാൻ. ഇനി നമുക്ക് ഈ 2 ഭാഗം കൂടി ഒരുമിച്ച് പറഞ്ഞു നോക്കാം. ക്യാൻ യു കം വിത്ത് മീ ടു ബൈ മീ എ ന്യൂ ഫോൺ? എനിക്ക് ഒരു പുതിയ ഫോൺ വാങ്ങാൻ നിനക്ക് എൻ്റെ കൂടെ വരാൻ കഴിയോ. ഇനി ഇതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ 3 മലയാളം സെൻറ്റൻസുകൾ തരാം. നിങ്ങൾ അത് സ്വന്തമായിട്ടൊന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. 1. അവർക്ക് ഭക്ഷണം വാങ്ങാൻ നിനക്ക് അവരുടെ കൂടെ പോകാൻ കഴിയോ. 2. എൻ്റെ മകനെ വിളിക്കാൻ നിൻ്റെ ഫോണ് എനിക്ക് തരാൻ കഴിയോ. 3. എന്നെ നാളെ വന്ന് കാണാൻ അവരോട് പറയാൻ നിനക്ക് കഴിയോ. ഈ സെൻറ്റൻസുകളെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ഇതിൻ്റെ ശരിയായ സെൻറ്റൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. ഇനിയും ഇതുപോലെയുള്ള ട്രാൻസ്ലേഷൻ വീഡിയോകൾ ഒരുപാട് വരാനുണ്ട്. കാത്തിരിക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.